ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഓണം ലുക്ക് മേക്കപ്പ് ചെയ്താലോ? ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കേരള സാരിയും ഗ്രീൻ കളർ ബ്ലൗസും ആണ്. എന്താണെന്നറിയില്ല, എനിക്ക് ഈ കേരള സാരിയുടെ കൂടെ ഗ്രീൻ കളർ ബ്ലൗസ് ഇടാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ സാരിയൊക്കെ ഡ്രേപ്പ് ചെയ്തിട്ടുണ്ട്, സ്കിന്നും ഒന്ന് പ്രിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു ബേസ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ, ഒരുപാടൊന്നും ഇടണ്ട. എത്രത്തോളം മിനിമൽ ആയിട്ട് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നു അത്രത്തോളം ഒരു ഫിനിഷ് കിട്ടും കേട്ടോ നമ്മുടെ ആ ഒരു മേക്കപ്പ് ലുക്കിന്. ഞാൻ ജസ്റ്റ് ഫിംഗർ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം എന്തോ എനിക്കൊരു പൗഡർ ഇട്ടില്ലെങ്കിൽ ഒരു ഫിനിഷ് വരാത്ത പോലെയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ള വൈറ്റ് ടോണിൻ്റെ ഒരു പൗഡറാണ് കേട്ടോ. ഇത് റീസെൻ്റ്ലി എനിക്കിപ്പോൾ കിട്ടിയൊരു പൗഡറാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അത് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇതിനൊരു വൈറ്റ് ടോണോ വൈറ്റ് കാസ്റ്റോ ഒന്നും തന്നെ ഫീൽ ചെയ്തില്ല. എനിക്ക് എല്ലാ പൗഡറുകളും അത്ര അങ്ങ് സ്യൂട്ടായി തോന്നാറില്ല, പക്ഷേ എന്തോ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്യാനും പറ്റും, പെട്ടെന്ന് അത് ബ്ലെൻഡായി വരികയും ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രാൻസ്ലൂസൻ പൗഡറോ കോമ്പാക്ട് പൗഡറോ ബനാന പൗഡറോ ഒക്കെ യൂസ് ചെയ്തതൊന്ന് സെറ്റ് ചെയ്യാം. ദെൻ മാഴ്സിൻ്റെ ഒരു ഐ ഷാഡോ പാലറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു സിമ്പിൾ മേക്കപ്പ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രീസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണേ. ചിലരൊക്കെ കണ്ണ് കണ്ടിട്ടില്ലേ, ഈ ഒരു ഫ്ലഫ്നെസ് ഫീൽ ചെയ്തില്ലേ, അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രീസ് ലൈൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ എല്ലാം ഇവിടെ മിനിമൽ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, ഭയങ്കര ഓവറായിട്ടൊന്നും ഇവിടെ ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് ആ ഒരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഐലൈനർ യൂസ് ചെയ്യാതെ ഒരു ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് ഒരു സ്മോക്കി എഫക്റ്റ് ആണ് കൊടുക്കുന്നത്. ഇങ്ങനെയൊന്നും ആക്കി കളയരുത്. നമ്മുടെ ആ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടുന്നതാണ്. സെയിം വേയിൽ നമുക്ക് അടുത്ത കണ്ണിലും ചെയ്തു കൊടുക്കാം. ചിലർക്കൊക്കെ കണ്ണിൽ ഐലൈനർ വരയ്ക്കുമ്പോൾ ഭയങ്കരമായിട്ട് തെറ്റാറുണ്ടെന്ന് പറയും. ഒരു കണ്ണിൽ വരയ്ക്കുമ്പോൾ ശരിയാവും, ഒരു കണ്ണിൽ വരയ്ക്കുമ്പോൾ തെറ്റും. എനിക്ക് അങ്ങനെയൊന്നുമില്ല, പക്ഷേ നമ്മൾ ഒരുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ അടുത്ത കണ്ണിലും ഇതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഐഷാഡോ വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു. അടുത്ത ഐബ്രോയിലേക്ക് പോവാണ്. സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതൊരു 2-in-1 പ്രോഡക്റ്റ് ആണ്. ഒരു സൈഡിൽ ജെൽ ലൈനറും ഒരു സൈഡിൽ ഐബ്രോ പൗഡറും ആണ്. നല്ല പിഗ്മെന്റേഷൻ തരുന്ന പ്രോഡക്റ്റ് ആണ് കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളൊരു ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി പെർഫെക്ഷൻ കിട്ടുന്നത് ഈ ഒരു ഐബ്രോ പൗഡർ യൂസ് ചെയ്യുമ്പോഴാണ് കേട്ടോ. എൻ്റെ ഐബ്രോസിന് ഒട്ടും തന്നെ തിക്നെസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കാറുള്ളത്. അതിനുശേഷം ഈ ഒരു മസ്കാര വെച്ചിട്ട് ഞാൻ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു പെർഫെക്റ്റ് ലുക്ക് കിട്ടും കേട്ടോ. അടുത്ത ഇനി ലിപ്പിലേക്ക് പോവാം. ലിപ്പ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഒന്ന് ലിപ്പ് ലൈനർ വെച്ചിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുവാണേ. നമ്മൾ എപ്പോഴും ലിപ്പ് ലൈനർ യൂസ് ചെയ്യുമ്പോഴേ ഒരു ഷെയ്ഡ് ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡ് യൂസ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഒരു കോഫി ബ്രൗൺ യൂസ് ചെയ്യണം. അതാവുമ്പോൾ ഒരു പ്രോമിനൻറ്റ് ലുക്ക് കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാഴ്സിൻ്റെ ഷെയ്ഡ് നമ്പർ 2 ആണ് കേട്ടോ. ഇതെൻ്റെ 3rd ടൈം പർച്ചേസ് ആണ് കേട്ടോ. നല്ല ഷെയ്ഡും നല്ല പിഗ്മെന്റഡും ആണ്. ഇതൊരു മസ്റ്റ് ഹാവ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. മേക്കപ്പ് ഇഷ്ടപ്പെടുന്നവരുടെ കയ്യിൽ ഇത് കാണാതിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പറയാതിരിക്കാൻ വയ്യ, നല്ല ലോങ് ലാസ്റ്റിങ്ങും ആണ്. അടുത്തതിന് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ലാക്മേയുടെ ഫോറെവർ മാറ്റ് CP3 എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ഫസ്റ്റ് ടൈം ഞാൻ വാങ്ങിച്ചപ്പോൾ അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ലിപ്പ് ലൈനർ വെച്ചിട്ട് ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഡെയിലി യൂസിനൊക്കെ ഇത് പറ്റിയ ലിപ്സ്റ്റിക് ആണ്. നെക്സ്റ്റ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പ്ലമ്മിന്റെ കാജലാണ് കേട്ടോ. പൊതുവേ എനിക്ക് കാജൽ അപ്ലൈ ചെയ്യുമ്പോൾ കണ്ണിന് ഭയങ്കര ഇറിറ്റേഷൻ ആണ്. 1-2 മണിക്കൂർ കഴിയുമ്പോൾ തലവേദനയും വരും. എന്തൊക്കെ പറഞ്ഞാലും കാജൽ ഒരു എവർഗ്രീൻ ആണ് കേട്ടോ. കണ്ണൊക്കെ ഒന്ന് വിടർന്ന് അടിപൊളിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കാജൽ എഴുത തന്നെ വേണം. പണ്ടത്തെ ആൾക്കാർ പറയുന്ന കേട്ടില്ലേ, കണ്ണിൽ കൺമഷി എഴുതിയിട്ടില്ലെങ്കിൽ ഒരു വകയ്ക്കും കൊള്ളത്തില്ല. സത്യം, വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച്, ഇൻസ്റ്റന്റ് ആയിട്ട് കണ്ണൊന്ന് വിടർന്ന് കിട്ടാൻ നമ്മൾ കൺമഷി തന്നെ എഴുതണം. ഞാനിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു പ്ലമ്മിന്റെ കാജൽ എന്ന് പറയുന്നത് ഒത്തിരി നേരം ലാസ്റ്റ് ചെയ്യും കേട്ടോ. സ്മഡ്ജ് ആവത്തുമില്ല. അപ്പോൾ ഇനി അടുത്തത് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് മസ്കാരയാണ്. ഇത് ലാഷ് ക്ലാഷിന്റെ 15x വോളിമൈസിംഗ് മസ്കാരയാണ് കേട്ടോ. നല്ല ലോങ് ലാസ്റ്റിങ്ങും വാട്ടർ പ്രൂഫിങ്ങും ആണ് സംഭവം. അപ്പോൾ നമുക്ക് ഒരു സ്വാച്ച് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ബുഷിയായിട്ട് തോന്നും കേട്ടോ. നല്ല തിക്കായിട്ട് നമുക്ക് ഐലാഷസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മസ്കാര യൂസ് ചെയ്യാൻ പറ്റും. കുഞ്ഞു കണ്ണുള്ളവർക്ക് ഈ ഒരു വിടർന്ന കണ്ണ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു മസ്കാര യൂസ് ചെയ്ത അടിപൊളിയാണ് കേട്ടോ. ഐലാഷസ് ഒത്തിരി തിക്കായിട്ട് തോന്നാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ലാഷസ് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്നുകൂടി അപ്ലൈ ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി തിക്കായിട്ട് തോന്നും. ഐ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ചീക്സിലൊന്ന് ബ്ലഷ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലഷിനായിട്ട് ഞാനിവിടെ സെയിം ലിപ്സ്റ്റിക്കിന്റെ ടിന്റ് തന്നെയാണ് കൊടുക്കുന്നത്. ഇതുപോലെ 2 ചീക്സിലും നോസിലും ജസ്റ്റ് ഒന്ന് ചിന്നിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഒത്തിരി ബ്ലഷുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബ്ലഷ് ഇല്ലെങ്കിലും ഇങ്ങനെ ലിപ്സ്റ്റിക്കിന്റെ ടിന്റ് വെച്ചിട്ട് തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വർഷത്തെ ഓണം ഫംഗ്ഷനൊക്കെ എല്ലായിടത്തും തകൃതിയായിട്ട് നടക്കുകയാണ്. കോളേജിലായാലും ഓഫീസിലായാലും. ബ്ലഷും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര മിനിമൽ ആയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ മേക്കപ്പ് ഭയങ്കര ഓവറായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ എന്ത് അപ്ലൈ ചെയ്താലും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അതിനൊരു പെർഫെക്ഷൻ ഉണ്ടാവത്തില്ല. പിന്നെ പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ആണല്ലേ ഇഷ്ടം. എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട് കേട്ടോ, ഈ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ എങ്ങനെയാണ് തിളങ്ങി നിൽക്കാറുള്ളതെന്ന്. അത് ഈ ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ.
ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഹൈലൈറ്റിംഗ് പൗഡർ ആണ് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഗ്ലാസ് സ്കിൻ എഫക്റ്റ് ആണ് കിട്ടുന്നത്. ഇത് നമുക്കിപ്പോൾ ഇതുപോലെ പാലറ്റിൽ പൗഡർ ഫോമിലും സ്റ്റിക്ക് ഫോമിലും ഇപ്പോൾ സ്പ്രേ ഫോമിലും ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഓണത്തിന് ഇതുപോലെ ഒരു ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. തീർന്നിട്ടില്ല, എന്റെ ഈ ലുക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇതേ ഒരു പൊട്ടും കൂടി ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഐടെക്സിന്റെ ഈ കുഞ്ഞി പൊട്ടാണ് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലേ, അപ്പൊ നിങ്ങൾക്ക് ഏത് പൊട്ടാണ് ഇഷ്ടം അത് വെച്ച് കൊടുക്കാം. പൊട്ടും കൂടി വെച്ചതിന് ശേഷം ഫേസിലെ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഹെയറും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു സിമ്പിൾ ലുക്ക് ആയതുകൊണ്ട് ഹെയറും സിമ്പിൾ ആയിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഹെയറിൽ എന്തെങ്കിലും പരീക്ഷണമൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സക്സസ് ആയിട്ട് വരും. പക്ഷെ എവിടെയെങ്കിലും പോകുമ്പോൾ അത് ഫ്ലോപ്പ് ആവുകയും ചെയ്യും. അപ്പോൾ എനിക്ക് 1-2 പ്രാവശ്യമൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് ഹെയർ സെറ്റ് ചെയ്ത് നോക്കാം. ഒന്ന് സൈഡിലേക്ക് ലൈറ്റ് ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. 2 സൈഡിൽ നിന്നും ഇതുപോലെ മുടിയെടുക്കുന്നുണ്ട്. നമ്മൾ ഹെയർ ഒക്കെ ഒന്ന് ടൈ ചെയ്ത് വെക്കുന്നതിന് മുന്നേ ഹെയർ ബാൻഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സൈഡിലോട്ട് എടുത്തിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇതുപോലെ ഒരു ബാൻഡ് വെച്ചിട്ട് ഹെയർ ഇങ്ങനെ ലൂസ് ആക്കിയിട്ട് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എപ്പോൾ ഹെയർ ടൈ ചെയ്താലും ഇതുപോലെ ലൂസ് ആക്കി വേണം ടൈ ചെയ്യാൻ. പിന്നെ ചിലർക്കൊക്കെ ഒത്തിരി ഹെയർ സ്റ്റൈലൊന്നും പരീക്ഷിക്കുന്ന ഇഷ്ടമല്ല, ഒരേ ഹെയർ സ്റ്റൈൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഇത് ചെറിയൊരു ചേഞ്ച് ഉള്ളൊരു ഹെയർ സ്റ്റൈലാണ്. പക്ഷെ സിമ്പിൾ ആണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് ടൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ദേ ഇതുപോലെ പിന്നുന്നുണ്ട്. ഞാനിവിടെ ഫുൾ ലെങ്ത് പിന്നി കൊടുക്കുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ ഹെയറിൻ്റെ ലെങ്ത്തിൻ്റെ ആ ഒരു ഹാഫ് പോർഷൻ മാത്രമേ പിന്നി കൊടുക്കുന്നുള്ളൂ. നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്ത് അനുസരിച്ച് നിങ്ങൾക്ക് പിന്നി കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ലൂസാക്കി വിടുന്നുണ്ട്. ഈ പിന്നൽ എന്നിട്ട് ഇതുപോലെ വട്ടക്കെട്ട് പോലെ ചുറ്റി കെട്ടുവാണ്. ഞാൻ ഹെയർ ടൈ ചെയ്യാൻ എടുത്തത് ഒരു ബ്രൗൺ കളർ ബാൻഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു ഇൻവിസിബിൾ ബാൻഡോ ബ്ലാക്ക് ആയിട്ടുള്ള ബാൻഡോ എടുത്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഈ കാണുന്ന പോലെ നീറ്റായിട്ടൊന്ന് ചുറ്റി കെട്ടി വെക്കണം കേട്ടോ. എത്രത്തോളം ലെങ്ത് ഉണ്ടോ അത്രയും ഇങ്ങനെ ചുറ്റി കെട്ടി വെക്കണം. എന്നിട്ട് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ബോബി പിന്നോ യു പിന്നോ യൂസ് ചെയ്യാം. ഞാനിവിടെ മുല്ലപ്പൂ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു പുട്ടപ്പ് ചെയ്ത ഹെയറിന് ചുറ്റും മുല്ലപ്പൂവോ പിച്ചിപ്പൂവോ വെച്ച് സെറ്റ് ചെയ്താൽ പൊളി ഹെയർ സ്റ്റൈൽ ആയിരിക്കും. എനിക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹെയർ സെറ്റ് ചെയ്തത്. അടുത്ത ഇനി കമ്മലിടാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഏത് കമ്മലാണെന്ന് ചോദിച്ചാൽ ജുംക്കയാണ് കേട്ടോ. ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ടെമ്പിൾ വർക്കുള്ള ജുംക്കയാണ്. കമ്മൽ കുറച്ച് ഹെവി ആയതുകൊണ്ട് നെക്ക് പീസ് ഞാൻ കൊടുക്കുന്നില്ല, ഉള്ള മാല തന്നെയാണ് ഇടുന്നത്. നമുക്ക് വലിയ മുഖമാണുള്ളതെങ്കിൽ വലിയ കമ്മൽ സെലക്ട് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. കാരണം നമ്മുടെ മുഖത്തിന്റെ വലിപ്പം കുറഞ്ഞതുപോലെ തോന്നുന്നത് ഈ വലിയ കമ്മലിടുമ്പോഴാണ്. ഇത് പറയാൻ കാരണം എനിക്ക് വലിയ മുഖമാണ്, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അടുത്ത നമുക്ക് ഈ വളകളൊന്നും ഇട്ട് കൊടുക്കാം. ഈ വളകൾ എനിക്ക് ചെറുതായിരുന്നേ, അപ്പോൾ എനിക്ക് പൊട്ടുമോന്ന് നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണ് വളകൾ ഇടാൻ ശ്രമിക്കുന്നത്. പൊട്ടുമോന്നുള്ള പേടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എങ്ങനെയെങ്കിലും ഇട്ട് കൊടുത്തു, പക്ഷേ പൊട്ടിയിട്ടില്ല. നമ്മുടെ ഇടത് കൈ വലത് കൈ അപേക്ഷിച്ച് കുറച്ചൊന്ന് ചെറുതാണ്. എങ്ങനെയെങ്കിലും ഞാൻ ആ വളകളൊന്നും ഇട്ട് കൊടുത്തു. എന്നിട്ട് വലത് കൈ ഇടുന്നതാണ് കുറച്ച് പ്രയാസം, എന്നാലും ഞാൻ ഇട്ട് കൊടുത്തു. അപ്പൊ എങ്ങനെയുണ്ട്? ഈ ഒരു സെറ്റിംഗ് സ്പ്രേയും കൂടി വെച്ചിട്ട് ഈ ഒരു പാറി പറക്കുന്ന മുടികളെ ഒന്ന് ഒതുക്കി വെക്കുവാണെങ്കിൽ നമ്മുടെ സെറ്റിംഗ് സ്പ്രേ അടിച്ചു വെക്കുമ്പോൾ ഈ ഒരു മുടികളൊക്കെ ഒതുങ്ങിയിരിക്കും. അതായത് ബേബി ഹെയർസ് ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കത്തില്ലേ, ആ ഒരു ഹെയർസ് ഒന്ന് നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സെറ്റിംഗ് സ്പ്രേ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ലാസ്റ്റ് നമ്മളിതേ ഒരു സിന്ദൂരം കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഓണത്തിനൊരുങ്ങുന്ന എല്ലാ മലയാളി മംഗമാർക്കും ഞാൻ ഈ ഓണം മേക്കപ്പ് വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുവാണേ. അപ്പോൾ ഈ ഒരു ഓണം മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഹാപ്പി ഓണം ഓൾ. സീ യു ദെൻ. ബൈ.